കോവയ്ക്ക ഫ്രൈ, അതായത് കോവയ്ക്ക വറുത്തത് ഉണ്ടാക്കാനാണ്. അതിനായി ആദ്യമായി കഴുകി വൃത്തിയാക്കി 3-4 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞ് തുടച്ച് സൈഡെല്ലാം കട്ട് ചെയ്തെടുത്ത കോവയ്ക്ക. ഇതൊരു 25 കോവയ്ക്ക ഉണ്ട്. നല്ല പഴുത്തതല്ല, ഇളം കോവയ്ക്കയാണ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ മറ്റാവശ്യമുള്ള സാധനങ്ങൾ: ഒരു സവാള സ്ലൈസായി അരിഞ്ഞത്, 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ മസാലപ്പൊടികൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കായത്തിൻ്റെ പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഞാൻ ബ്രൗൺ സോൾട്ടാണ് ഉപയോഗിക്കുന്നത്, പിങ്ക് സോൾട്ട്. ഇത്രയുമാണ് ഈ ഫ്രൈക്ക് ആവശ്യം. ആദ്യമായി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നീളത്തിൽ സ്ലൈസായി അരിഞ്ഞെടുക്കാം. ഇത് നമുക്ക് നീളത്തിൽ 4 കീറിയെടുക്കാം. ഇതുപോലെ എല്ലാ കോവയ്ക്കായും നമുക്ക് ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കാം. അരിഞ്ഞ കോവയ്ക്ക നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. പറയാൻ വിട്ടുപോയി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും വേണം ഈ റോസ്റ്റിന്. 2 വെളുത്തുള്ളി അല്ലി ചതച്ചെടുക്കണം നമുക്ക്. കോവയ്ക്കെല്ലാം നമ്മൾ അരിഞ്ഞ് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് 400 ഗ്രാം കോവയ്ക്കയാണ്. ചില കോവയ്ക്ക പഴുത്തുപോയി, അത് സാരമില്ല. ആദ്യമായി കോവയ്ക്കയിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഏകദേശം ഈ സ്പൂണിന് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ശകല എരിവിനായി 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത് കായപ്പൊടി. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൈ കൊണ്ട് അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. കൈ കൊണ്ട് ചെയ്യാം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തു. എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി വെക്കാം. കോവയ്ക്കെല്ലാം
മസാലയൊക്കെ പിടിച്ചെല്ലാം നല്ലതുപോലെ ഇതായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അതിനായി ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റൗ എത്തിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാട്ടെ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ചാച്ചി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. അതിലേക്ക് 3 പച്ചമുളക് കീറിയതും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർക്കാം. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ചെറുതായി ഒന്ന് വാടട്ടെ. ചെറുതായി ഒന്ന് വാടിയാൽ മതി. ഈ സമയം നമുക്ക് മസാല പുരട്ടിയ കോവയ്ക്കാൻ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഒന്ന് വാടാനായി ഒന്ന് അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിലൊന്ന് ഫ്രൈ ആക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് മണമൊക്കെ വരുന്നുണ്ട്. ചെറുതായി ഒന്ന് വാടാൻ വേണ്ടി നമുക്ക് വീണ്ടും അടച്ച് വെച്ചൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വാട്ടാം. കോവയ്ക്ക് എല്ലാം ഒരുവിധം വാടിയിട്ടുണ്ട്. ഈ സമയം ഫ്ലെയിം കൂട്ടിയിടാം. നമുക്ക് സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ലേശം ഉപ്പും കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ടായിരുന്നു, ഇപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ആക്കാം. കോവയ്ക്ക ഫ്രൈ റെഡിയായി. എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.
ഉപ്പൊക്കെ ചേർത്താണ്. ഫ്ലെയിം ഓഫ് ചെയ്യുക. തുറന്ന് നോക്കാം. കോവയ്ക്ക ഫ്രൈ എല്ലാം തണുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കോവയ്ക്ക വറുത്തത് റെഡി. എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. കോവയ്ക്ക ഫ്രൈ ചോറിൻ്റെയും കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.